മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ എൻ.സി.പി നേതാവ് തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. മന്ത്രിമാറ്റത്തിൽ പാർട്ടി ദേശീയ നേതൃത്വത്തെ ഇടപെടുത്താൻ ശ്രമിച്ചതിൽ CPIM സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകുന്നതിൽ CPIMന് താൽപര്യക്കുറവുണ്ട് എന്നാണ് സൂചന. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ CPIM കേന്ദ്ര നേതൃത്വത്തെ ഇടപെടുത്താനുള്ള തോമസ് ചാക്കോയുടെയും അതുപോലെ തോമസ് കെ തോമസിന്റെയും PC ചാക്കോയുടെയും ശ്രമം, അതിലുള്ള CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ അതൃപ്തി, അതെങ്ങനെയാണ്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി നടക്കുന്ന ചർച്ചകൾ, നീക്കങ്ങൾ? ശ്രീജിത്ത്, റിജിത്ത്, തോമസ് കെ തോമസും NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും ഇന്നലെ NCPയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ ശ്രമം നടത്തിയിരുന്നു. ശരത് പവാറിൻ്റെ വസതിയിലേക്ക് പ്രകാശ് കാരാട്ടും എത്തി. അപ്പോൾ CPIMൻ്റെ ദേശീയ നേതൃത്വത്തെ ഇടപെടുത്തിക്കൊണ്ട് ഇവിടെ സംസ്ഥാനത്തൊരു തീരുമാനമുണ്ടാക്കാനുള്ള നീക്കമാണ് PC ചാക്കോ നടത്തിയത്. ഇതാണ് CPIMൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ മന്ത്രിസ്ഥാന മാറ്റവും അടക്കമുള്ള എന്ത് പ്രശ്നങ്ങളും മുന്നണിയിലുണ്ടായാലും അത് മുന്നണിയുടെ അധ്യക്ഷൻ നിലയിൽ മുഖ്യമന്ത്രിയെ കണ്ട് ആ കാര്യത്തിൽ സംസാരിച്ച് തീർപ്പാക്കുകയാണ് വേണ്ടത്. മറിച്ച് CPIM ദേശീയ നേതൃത്വത്തെ മറ്റും ഇടപെടിച്ച് ഈ കാര്യങ്ങൾ അത് മാധ്യമങ്ങളെ കൂടി അറിയിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന വികാരമാണ് CPIM നേതൃത്വമുള്ളത്. മാത്രമല്ല, ആരോപണങ്ങൾ ഇപ്പോൾ കോഴയാരോപണം അടക്കമുള്ള തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിൽ CPIM നേതൃത്വത്തിന് വിയോജിപ്പുണ്ട്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുകയാണെങ്കിൽ മറ്റ് വിവാദങ്ങൾ കൂടി സാധ്യതയുണ്ട് എന്നാണ് CPIM കാണുന്നത്. അതുകൊണ്ടാണ് മന്ത്രിസ്ഥാന നീക്കത്തെ എതിർക്കുന്നത്. ഈ അജിത് പവാർ വിഭാഗത്തിലേക്ക് കൂറുമാറ്റാൻ കോഴ വാഗ്ദാനം ചെയ്തു എന്ന കാര്യം മാത്രമല്ല, മറ്റു ചില പരാതികൾ കൂടി തോമസ് കെ തോമസിനെതിരെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെ കാണാനായി തോമസ് കെ തോമസ് തിരുവനന്തപുരത്തേക്ക് എത്തിയേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കുകയാണ് ലക്ഷ്യം. നേരത്തെ NCPയുടെ ആഭ്യന്തര സമിതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. അതിൽ തോമസ് കെ തോമസിനെ പൂർണ്ണമായും കുറ്റമുക്തനാക്കുകയാണ്. എന്നാൽ കോഴ ആരോപണം വാഗ്ദാനം ചെയ്തു എന്ന് പറയപ്പെടുന്ന ആന്റണി രാജു, കോവൂർ കുഞ്ഞുമോൻ എന്നീ MLA-മാരിൽ കോവൂർ കുഞ്ഞുമോൻ മാത്രമാണ് NCPയുടെ ആഭ്യന്തര സമിതിയോട് സഹകരിച്ചത്. കോവൂർ കുഞ്ഞുമോൻ്റെ മൊഴി നിഷേധക്കുറിപ്പ് വെച്ചുകൊണ്ടാണ് തോമസ് കെ തോമസിനെ കുറ്റമുക്തനാക്കുന്നത്. എന്നാൽ ആന്റണി രാജു ഈ NCPയുടെ ആഭ്യന്തര സമിതിയോട് സംസാരിക്കാൻ തയ്യാറായില്ല. എന്തായാലും മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും തോമസ് കെ തോമസിൻ്റെ മന്ത്രിസ്ഥാനത്തേക്കുള്ള കടന്നുവരവ്. എന്തായാലും ഇപ്പോഴത്തെ നീക്കങ്ങളിൽ CPIMന് കടുത്ത അതൃപ്തിയുണ്ട്. ശ്രീജിത്ത്, മന്ത്രിപദവി ഒഴിയുന്നതിൽ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പാർട്ടി നേതൃത്വം പറയുന്നതനുസരിച്ച് അതിന് ആ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ്. പക്ഷേ പകരം മന്ത്രിസ്ഥാനം ഉറപ്പാക്കണം എന്നുള്ള കാര്യം ആവർത്തിക്കുന്നുണ്ട് AK ശശീന്ദ്രൻ. ഇതൊരു സമ്മർദ്ദതന്ത്രമായി, തൻ്റെ കസേര ഉറപ്പിക്കാനുള്ള നീക്കമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്താണ് AK ശശീന്ദ്രൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട്, നീക്കങ്ങൾ? ശ്രീജിത്ത്, റിജിത്ത്, NCPയിലെ AK ശശീന്ദ്രൻ വിഭാഗവും PC ചാക്കോ വിഭാഗവും രണ്ടുപേരും പരസ്പരം സമ്മർദ്ദതന്ത്രം പയറ്റുകയാണ്. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് ഇതാണ്: മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്ന് NCP നേതൃത്വം ആവശ്യപ്പെട്ടാൽ താൻ നിശ്ചയമായും ഒഴിയും. എന്നാൽ പകരം മന്ത്രി പാർട്ടിക്ക് ഉണ്ട് എന്ന കാര്യം ഉറപ്പാക്കണം. അതിന് AK ശശീന്ദ്രൻ്റെ പിടിവള്ളി ആയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാടാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നത് വിവാദങ്ങൾക്കിടയാക്കും. അതുകൊണ്ട് തൽക്കാലം മന്ത്രിയാക്കാൻ കഴിയില്ല എന്നൊരു കൃത്യമായ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NCP മന്ത്രിയായ AK ശശീന്ദ്രൻ രാജിവെച്ചാലും പകരം ഒരു മന്ത്രിസ്ഥാനം NCPക്ക് ലഭിക്കാനിടയില്ല. അതുകൊണ്ട് തൻ്റെ രാജി കഴിഞ്ഞാൽ താൻ രാജിവെച്ചാൽ NCPക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാതാകും. അത് മുന്നണി രാഷ്ട്രീയത്തിൽ വലിയ അപകടകരമായ നീക്കമാണ് എന്നാണ് ശശീന്ദ്രൻ പറയുന്നത്. ഈ വാദം ഉയർത്തിയാണ് ശശീന്ദ്രൻ NCP സംസ്ഥാന നേതൃത്വത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. എന്നാൽ PC ചാക്കോ ആകട്ടെ തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനം നിഷേധിക്കുന്ന CPIMൻ്റെയും മുന്നണിയുടെയും തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പാർട്ടിയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ നിലവിലുള്ള മന്ത്രിയെ കൂടി പിൻവലിക്കണമെന്ന നിലപാടാണ് PC ചാക്കോ സ്വീകരിക്കുന്നത്. ഈ രണ്ട് താല്പര്യങ്ങൾ തമ്മിലുള്ള സംഘടനമാണ് NCPയിൽ ഇപ്പോൾ നടക്കുന്നത്. ശരി, ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു.